ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് രാവിലെ ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്. പോകുമ്പം ഇന്ന് എൻ്റെ ബുള്ളറ്റിലൊക്കെയാണ് കേട്ടോ പോകുന്നത്. വേറൊന്നുമല്ല, എൻ്റെ ബുള്ളറ്റ് ഇതാ ഈ ഉന്തുവണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഗ്യാസ് തീർന്നു, അപ്പോൾ പിന്നെ ഗ്യാസ് ഊറ്റി കൊണ്ട് അവിടെ വെക്കണം, മുകളിൽ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഉന്തുവണ്ടിയും കൊണ്ടാണ് കേട്ടോ പോകാറ്. ഇന്ന് അവിടെ കൊണ്ട് വെക്കും, തിരിച്ച് ഇങ്ങോട്ടേക്ക് ആരെങ്കിലും എടുത്തിട്ട് വരും. ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ട് എടുത്തുകൊണ്ട് വരാറാണ് പതിവ്. അങ്ങനെ ഞാൻ എൻ്റെ ഉന്തുവണ്ടിയും കൊണ്ട് പോവുകയാണ്, എന്ന് വെച്ചാൽ എൻ്റെ ബുള്ളറ്റും കൊണ്ട് പോവുകയാണ്. അങ്ങനെ എൻ്റെ ബുള്ളറ്റ് അവിടെ പാർക്ക് ചെയ്ത് ഗ്യാസ് കുറ്റി അവിടെ എടുത്ത് വെച്ച് ഞാൻ വേഗം എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പം തന്നെ നല്ലപോലെ വൈകിയിട്ടുണ്ട്. പിന്നെ അത് എന്താ പറയുക, ഉന്തി കയറ്റിയതിൻ്റെ ഒരു കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ നേരെ അവിടെ എത്തിയതിന് ശേഷം വേഗം പേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ടായിരുന്നു. അതെടുത്ത് എല്ലാം ഒന്ന് പേക്ക് ചെയ്ത് സെറ്റാക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, അയക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്ന് അയക്കാൻ പറ്റിയില്ല, പിറ്റേ ദിവസമാണ് കേട്ടോ അയച്ചത്. അങ്ങനെ ഓരോന്നോരോന്ന് എല്ലാം പേക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഫോണിൽ വല്ല മെസ്സേജോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. എന്താ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പിന്നെ കുറേ അഡ്രസ്സ് എഴുതാനുണ്ട്. നമ്മൾ ആദ്യം എഴുതിയ അഡ്രസ്സ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കി ഒരു 1-2 പ്രാവശ്യം നോക്കിയതിന് ശേഷം കേട്ടോ നമ്മളെല്ലാം പേക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുള്ളൂ. അങ്ങനെ ഇതാ ഞാനെല്ലാം ഫോട്ടോ ഒക്കെ അയച്ചതിന് ശേഷം പിന്നെ ഫോണിൽ മെസ്സേജുകളൊക്കെ നോക്കുകയാണ്. നമുക്ക് മെസ്സേജ് എത്ര വന്നിട്ടുണ്ട് ഓരോന്നിനും നമ്മൾ റിപ്ലൈ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയൊക്കെയാണ്. റിപ്ലൈ ഒക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വേഗം ചെന്നിട്ട് എന്താ പറയുക, കട്ടിലിൻ്റെ മുകളിൽ നിറച്ച് തുണി ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. എല്ലാം മടക്കി സെറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോന്നോരോന്ന് മടക്കി വെക്കുകയാണ്. 2 ദിവസമേ ഉള്ളൂ, 3-ാമത്തെ ദിവസം ഇതിൻ്റെ ബാക്കിയായിരിക്കും കേട്ടോ. അപ്പോൾ മടക്കിയിട്ട് അവിടെ തന്നെ വെക്കണം, കാരണം വേറെ എവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മടക്കി അതാത് സ്ഥാനത്ത് ഇങ്ങനെ അടുക്കി വെക്കും കേട്ടോ. അവിടെ ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയത് ഇവിടെയായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് തുണി നിരന്ന് കിടപ്പുണ്ടായിരുന്നു. ഇതൊക്കെ തയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എല്ലാം മടക്കിയതിന് ശേഷമാണ് എല്ലാ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പം ഇതാ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയുക, അവിടെ അയൺ ചെയ്യാനൊക്കെ അവിടുന്ന് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലാണ് വെച്ചത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും അലങ്കോലമായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അലങ്കോലമായ. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലിടാൻ വേണ്ടി അവർ വീഡിയോ എടുത്തതിന് ശേഷം കുറേ തുണി ഉണ്ടായിരുന്നു പുതിയത്. ഞാൻ അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എന്താ പറയുക, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ വീഡിയോ. പിന്നെ പിറ്റേ ദിവസം എടുത്തു. പിറ്റേന്ന് രാവിലെ വന്നിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ എഴുതുകയാണ് കേട്ടോ. ഓർഡർ വന്നല്ല, നമുക്ക് പൈസ അയച്ചതൊക്കെ ഒന്ന് എഴുതുകയാണ്. പിന്നെ മെസ്സേജുകളിനൊക്കെ റിപ്ലൈ കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് തലേ ദിവസം വന്ന കുറച്ച് തുണികളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എന്താ പറയുക, മടക്കി അടുക്കി എടുത്ത് വെക്കുകയായിരുന്നു കേട്ടോ. അപ്പം അതിന് ശേഷം അത് മടക്കിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ അയൺ ചെയ്യുകയാണ്. നമുക്ക് അയൺ ചെയ്ത് മുറിച്ചാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് അയൺ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്ന് അയൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്തിട്ട് അയൺ ചെയ്യുകയാണ്. ഇതൊക്കെ അയൺ ചെയ്യാൻ നല്ല എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുക്കാഞ്ഞിട്ടാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ലൊരു മഴക്കോളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ മഴ ചെറുതായിട്ടേ പെയ്തിട്ടുള്ളൂ, പെയ്യും നിൽക്കും ആ ഒരു പരുവായിരുന്നേ. അപ്പോഴേക്കും പിന്നെ എന്തുകൊണ്ടെടുത്തു, പിന്നെ വേഗം ഞാൻ ഫുഡ് കഴിച്ച് ഫുഡ് ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു കഴിച്ചത്. അതിന് ശേഷം ഫോണിൽ കുറച്ച് നേരം എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കിയതിന് ശേഷം പതിയെ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. പിന്നെ 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 5-5:10 ആയപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ദിവസം മുന്നേ ഉള്ള മഴയ്ക്ക് സംഭവിച്ചതാണ്. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രമൊക്കെ താഴെ പോയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് വേഗം പോകുകയാണ്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ. ഓളെന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.